ഹലോ ഗൈസ്, നിങ്ങളൊരു അച്ഛൻ്റെയും മകളുടെയും കഥ കേട്ടിട്ടുണ്ടോ? കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലാത്തവർക്ക് ഈ കഥ ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഒന്ന് കേട്ട് നോക്കിയാലോ. ഒരു നാട്ടിൽ ശിവരാമൻ എന്ന പേരുള്ള ഒരു വൃദ്ധനുണ്ടായിരുന്നു. അയാളുടെ മകൾ അംബിക. അംബികയുടെ ഭർത്താവ് പെട്ടെന്നൊരു അസുഖം വന്ന് മരണപ്പെട്ടു. അംബികയ്ക്കാണെങ്കിൽ 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള മരണത്തിൽ അംബിക ആകപ്പാടെ തളർന്നുപോയി. മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ള ചിന്തയിൽ അംബിക മാനസികമായി തകർന്നു. ആ തകർച്ച ഒരു ഡിപ്രഷനിലേക്ക് മാറി. ഇതറിഞ്ഞ് അംബികയുടെ വൃദ്ധനായ അച്ഛൻ അംബികയും 2 ചെറിയ കുട്ടികളെയും തൻ്റെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ അച്ഛൻ അംബികയും കൂട്ടി തറവാട്ടിലേക്ക് വന്നത് ശിവരാമൻ്റെ ഇളയ മകനായ സുധാകരന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സുധാകരന് മാത്രമല്ല, അയാളുടെ ഭാര്യയ്ക്കും അതിൽ നീരസമുണ്ടായിരുന്നു. അന്ന് രാത്രി ഭാര്യ സുധാകരനോട് പറഞ്ഞു, വിധവയായ നിങ്ങളുടെ പെങ്ങളും കുട്ടികളും കൂടെ വന്നതുകൊണ്ട് നമുക്ക് കഷ്ടപ്പാട് കൂടും. നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് വേണം അംബികയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കാൻ. അതുകൊണ്ട് നമുക്ക് തറവാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് സുധാകരൻ്റെ ഭാര്യ പറഞ്ഞു കൊടുത്തത് പ്രകാരം സുധാകരനും ഭാര്യയും പിറ്റേ ആഴ്ച തന്നെ തറവാട്ടിൽ നിന്ന് മാറി ടൗണിനടുത്ത് എവിടെയോ വാടകയ്ക്ക് വീടെടുത്ത് താമസം തുടങ്ങി. മകനും മരുമകളും തറവാട്ടിൽ നിന്നിറങ്ങിപ്പോയെങ്കിലും ശിവരാമൻ തളർന്നില്ല. അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. മാനസിക നില തകർന്ന തൻ്റെ മകളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന്. മാത്രമല്ല, ചിറക് മുളയ്ക്കാത്ത അവളുടെ 2 ചെറിയ കുട്ടികൾ, അവരെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കണമെന്നും അയാൾ കരുതി. അങ്ങനെ അയാൾ വീണ്ടും തൻ്റെ പഴയ തൊഴിലായ കൂലിപ്പണിക്ക് തന്നെ ഇറങ്ങി. നാട്ടിൽ കിട്ടാവുന്ന എല്ലാ തൊഴിലുകളും അയാൾ തേടിച്ചെന്ന് പിടിച്ചിട്ട് തൊഴിൽ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും മകളുടെ ചികിത്സ നടത്തുകയും ചെയ്തു. മകളെ ചികിത്സിക്കുന്നതിനോടൊപ്പം അയാൾ മകളുടെ 2 കുട്ടികളെയും പഠിപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മകൾ സാവധാനം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അയാൾക്ക് വയസ്സ് 75 കഴിഞ്ഞു. അതോടെ അയാൾ തളർന്ന് വീട്ടിൽ ഇരിപ്പായി. അപ്പോഴേക്കും മകളുടെ മക്കൾ 2 പേരും വളർന്ന് ജോലിക്കാരായി. പിന്നീട് ആ തറവാട്ടിലെ ചിലവുകൾ നടത്തിക്കൊണ്ടിരുന്നത് അംബികയുടെ മക്കളായിരുന്നു. അപ്പോഴേക്കും ശിവരാമൻ പ്രായാധിക്യം മൂലം ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. മാനസികമായിട്ട് അയാൾക്ക് ചില കുറവുകളുണ്ടായി. ചില മറവികൾ എപ്പോഴുമില്ല. ആ മറവികൾ കാരണം അയാൾ കിടന്ന കിടപ്പിൽ ചിലപ്പോൾ വിസർജിക്കുന്നൊരവസ്ഥയിൽ വരെ എത്തിച്ചു. ഇതൊക്കെ മകളായ അംബികയ്ക്കും ചെറുമക്കൾക്കും വളരെ അരോചകമായും ബുദ്ധിമുട്ടായും തോന്നിത്തുടങ്ങി. രാത്രികളിൽ ഉറക്കമില്ലാത്ത ശിവരാമൻ പല ദിവസങ്ങളിൽ പാതിരാത്രിയാവുമ്പോൾ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഈ റെയിൽപാളത്തിലേക്ക് നടന്നു പോകുന്നത് കണ്ട് അംബിക പലപ്പോഴും പുറകെ പോയി വിളിച്ച് തിരിച്ചു കൊണ്ടുവന്ന് റൂമിൽ കിടത്തുമായിരുന്നു. ഇത് തുടർച്ചയായപ്പോൾ അംബികയ്ക്കും ബുദ്ധിമുട്ടായി. അങ്ങനെ ശിവരാമൻ്റെ ഈ പോക്ക് തുടർച്ചയായപ്പോൾ അംബിക രാത്രിയാകുമ്പോൾ ഈ മുറി പുറത്തു നിന്ന് പൂട്ടിയിടാറായിരുന്നു പതിവ്. അങ്ങനെ ശിവരാമനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ദിവസം പ്രതി വർദ്ധിച്ചു കൊണ്ടിരുന്നു. അതുവരെ അച്ഛനോട് അനുകമ്പയോടെ പെരുമാറിയിരുന്ന മകൾ അംബിക പിന്നെ വെറുപ്പോടുകൂടിയാണ് അച്ഛനെ കണ്ടത്. അംബികയേക്കാൾ വെറുപ്പായിരുന്നു അപ്പൂപ്പനോട് ആ കൊച്ചുമക്കൾക്ക്. ശിവരാമൻ തൻ്റെ വാർദ്ധക്യകാലത്ത് കല്ലുവെട്ടാൻ പോയും ചുമടെടുത്തും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിക്കാരാക്കിയ ആ ചെറുമക്കൾ ഒരു ദിവസം തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്തിനാണ് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഈ അപ്പൂപ്പനെ നമ്മളിങ്ങനെ സഹിക്കുന്നത്? ആരും അറിയാതെ നമുക്ക് ഒരു കാര്യം ചെയ്തുകൂടെ? അത് കേട്ട് അംബിക അമ്പരപ്പോടെ മക്കളെ നോക്കി. ഒന്നുമില്ലമ്മേ, നിസ്സാരമായി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇനി മുതൽ അമ്മ അപ്പൂപ്പൻ കിടക്കുന്ന മുറിയുടെ വാതിൽ പുറത്തു നിന്ന് പൂട്ടണ്ട. അത് തുറന്നു തന്നെ ഇട്ടേക്കൂ. അപ്പൂപ്പന് പോകേണ്ട വഴിയിലേക്ക് അപ്പൂപ്പൻ തനിയെ നടന്നു പൊയ്ക്കോട്ടെ. നമ്മൾ കുറ്റക്കാരല്ലല്ലോ. മക്കളുടെ വാക്ക് കേട്ട് ആദ്യമൊക്കെ അംബികയ്ക്ക് ഒരു പകപ്പ് തോന്നിയെങ്കിലും പിന്നീട് ഓർത്തപ്പോൾ എത്ര നാളുകളായിട്ടുള്ള കഷ്ടപ്പാടാണ് അച്ഛനെക്കൊണ്ട് ഇനി ഒന്നിനും ആവില്ല. വെറുതെ കിടന്ന് അച്ഛനും നിലവിക്കും.
അതിനേക്കാൾ ബുദ്ധിമുട്ട് എനിക്കും എൻ്റെ മക്കൾക്കും ഉണ്ടാകുന്നൊരു സ്വാർത്ഥത തോന്നിയതുകൊണ്ട് അന്ന് രാത്രി അംബിക അച്ഛൻ കിടന്ന മുറിയുടെ വാതിൽ അടച്ചില്ല. അംബികയും മക്കളും അടുത്ത മുറിയിൽ കിടന്ന് സുഖമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ പുറത്ത് ആരുടെയൊക്കെ ഒച്ചയും ബഹളവും കേട്ടാണ് അംബികയും മക്കളും ഉണരുന്നത്. പെട്ടെന്ന് ഓടി എഴുന്നേറ്റ് അംബിക മുൻവാതിൽ തുറന്നപ്പോൾ മുറ്റം നിറയെ അയൽക്കാരും നാട്ടുകാരുമായിരുന്നു. അംബികയോട് അതിലൊരാൾ പറഞ്ഞു, അംബികയെ, റെയിൽപ്പാളത്തിൽ ആരോ ഒരാൾ മരിച്ചു കിടപ്പുണ്ട്. കഷ്ണം കഷ്ണമായിട്ടാണ് ബോഡി കിടക്കുന്നത് കൊണ്ട് ആളെ വ്യക്തമായിട്ടില്ല. അടയാളങ്ങൾ കണ്ടിട്ട് ഇവിടുത്തെ. അത്രയും പറഞ്ഞപ്പോഴേക്കും ഒരു അലർച്ചയോടെ അംബിക അച്ഛൻ കിടന്ന മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ അച്ഛനില്ലായിരുന്നു. പകരം അച്ഛൻ കിടന്ന കട്ടിലിന് മുകളിൽ ഒരു പേപ്പറും പേനയും ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: മകളെ, അച്ഛൻ പോകുന്നു. എൻ്റെ പോക്ക് എളുപ്പമാക്കാനല്ലേ നീ ഇന്ന് വാതിൽ തുറന്നു വെച്ചത്? നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ ഭാവിയിൽ നിൻ്റെ മക്കൾ നീ കിടക്കുന്ന മുറിയുടെ വാതിൽ ഇതുപോലെ തുറന്നിടാതിരിക്കട്ടെ. ഈ കഥ ഞാൻ എഴുതിയിട്ട് വർഷങ്ങളായി. ഒരുപാട് പേര് വായിച്ചതാണ്. വായിക്കാത്തവർക്കും കേൾക്കാത്തവർക്കുമായി ഈ കഥ സമർപ്പിക്കുന്നു. താങ്ക് യു.